തൊടുപുഴ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ SSA ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ക്ലാസ് മുറികളുടെയും SSA പരിശീലന കേന്ദ്രത്തിന്റെയും ഉദ്ഘാടനം മന്ത്രി PJ ജോസഫ് നിർവഹിച്ചു. ഹൈസ്കൂളിന് കൂടുതൽ സൗകര്യം ഉണ്ടായിരിക്കുകയാണ്. ഇത് മുൻകൈയെടുത്ത് എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുന്നു. നമുക്ക് ഈ ഹയർ സെക്കൻഡറി സ്കൂളിൽ കൂടുതൽ സൗകര്യങ്ങൾ വേണമെന്നുള്ള ആവശ്യമുണ്ട്. അത് സംബന്ധിച്ചെല്ലാം ബന്ധപ്പെട്ടവരോട് സംസാരിക്കുകയുണ്ടായി. ഇവിടെ ഈ അവസരത്തിൽ തൊടുപുഴ ഗവൺമെന്റ് ഹൈസ്കൂളിന്റെ പഴയ നിലവാരമൊക്കെ മാറി ഇപ്പോൾ പുനർനിലവാരം പുറത്തുനിന്ന് നേരുന്നു. ഞങ്ങൾക്ക് കൂടുതൽ സൗകര്യം ഉണ്ടായിരിക്കുന്ന അവസരത്തിൽ ഈ സന്തോഷത്തിൽ പങ്കുചേർന്നുകൊണ്ട് നിങ്ങൾക്ക് എല്ലാ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. മുനിസിപ്പൽ ചെയർമാൻ TJ ജോസഫ് അധ്യക്ഷനായിരുന്നു. വൈസ് ചെയർമാൻ സുബൈദ സേദ് മുഹമ്മദ്, KMA ഷുക്കൂർ, ജാഫർ ഖാൻ മുഹമ്മദ്, ഹെഡ്മിസ്ട്രസ് അജിതകുമാരി, T ഷാജു തുടങ്ങിയവർ സംസാരിച്ചു. തൊടുപുഴ താലൂക്ക് ലൈബ്രറി കൌൺസിൽ ആഭിമുഖ്യത്തിലുള്ള ബാലകലോത്സവം തൊടുപുഴ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. ലൈബ്രറി കോൺസ്റ്റിൽ സ്റ്റേജ് എക്സിക്യൂട്ടീവ് അംഗം മത്തച്ചൻ പുരയ്ക്കൽ ഉദ്ഘാടനം ചെയ്തു. ജോർജ് അഗസ്റ്റിൻ, KM ബാബു, TR സോമൻ, ജോസഫ് മുല്ലശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു. നിങ്ങളുടെ സർഗവാസനകളെ മാറ്റിവയ്ക്കാനുള്ള വേദിയായി ഇത് മാറിയിരിക്കും. കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ കേരളത്തിലെ എങ്ങോളം ഇപ്രകാരമുള്ള പ്രവർത്തനങ്ങളും പരിപാടികളും ഒക്കെ സംഘടിപ്പിക്കുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഈ തൊടുപുഴ താലൂക്കിലും ഇത് നടക്കുന്നത്. തൊടുപുഴ താലൂക്കിൽ മാത്രമല്ല, ഉടുമ്പൻചോലയിലും പീരുമേടും ജൈവകുളത്തുമെല്ലാം ഇതുപോലെയുള്ള മത്സര പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്. എനിക്ക് നിങ്ങളുടെ സമയം കവർന്നെടുക്കുന്നില്ല. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളിൽ അന്തർലീനമായ കഴിവുകൾ തിരിച്ചറിയാനും അതൊരു മത്സരബുദ്ധിയോടുകൂടി, അത് സമർപ്പണ ബുദ്ധിയോടുകൂടി അവതരിപ്പിക്കാനും അതിൽ വിജയം കരസ്ഥമാക്കിയാൽ ആഹ്ലാദിക്കാനും കൂടുതൽ ഉന്നതങ്ങളിലേക്ക് എത്തിച്ചേരാനുള്ള അതിയായ ആഗ്രഹം വളർത്തിയെടുക്കുവാനുമാണ് വാസ്തവത്തിൽ ഇതുപോലെയുള്ള പരിപാടികൾ ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ കുട്ടികളെ നിങ്ങൾ തീർച്ചയായിട്ടും പഠിക്കുന്നു, സയൻസ് പഠിക്കുന്നു, കണക്ക് പഠിക്കുന്നു, മലയാളം പഠിക്കുന്നു ഒക്കെ. അതിനുപരിയായിട്ട് നിങ്ങൾക്ക് അന്തർലീനമായ ചില വാസനകളുണ്ട്. നല്ല മനോഹരമായ ചിത്രം കണ്ടാൽ നോക്കി നിൽക്കും, മനോഹരമായ ശില്പം കണ്ടാൽ നോക്കി നിൽക്കും. എന്താണ്, അമ്പലങ്ങളിലും ആരാധനാലയങ്ങളിലും ചെല്ലുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാൻ ചെല്ലുന്നെങ്കിൽ പോലും അവിടെ സൂക്ഷിച്ചിരിക്കുന്ന, ഭദ്രമായി സൂക്ഷിച്ചിരിക്കുന്ന ആ വിഗ്രഹങ്ങളുടെ കൊത്തുപണികൾ എത്ര മനോഹരമാണെന്ന് നോക്കിക്കാണാത്തവരാരും കാണുകയില്ല. തൊടുപുഴ ഫാമേഴ്സ് ക്ലബ്ബ്, ഗോൾഡൻ ജേസിസ് എന്നിവയുടെ ആഭിമുഖ്യത്തിൽ ജാതി കൃഷി പരിശീലന ക്ലാസ് നടത്തി. കൃഷി വകുപ്പിന്റെ ആത്മ പദ്ധതി പ്രകാരം നടന്ന ക്ലാസ് ഡെപ്യൂട്ടി പ്രോജക്ട് ഡയറക്ടർ ഡോക്ടർ JS മധു ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും മാതൃകാപരമായി ചെയ്ത് കാണിച്ചു കൊടുക്കുന്ന ഫാക്കൽറ്റികളാണ് പ്രധാനമായിട്ടും ഇന്നത്തെ ക്ലാസുകൾ നയിക്കുന്നത്. അല്ലാതെ അക്കാദമിക്കായിട്ട് അല്ലെങ്കിൽ ശാസ്ത്രത്തിൽ ബിരുദമോ ബിരുദാനന്തരമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ളതിനേക്കാൾ ഉപരിയായിട്ട് ഇത് ചെയ്ത് അനുഭവങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും ഫാക്കൽറ്റീസ് എത്തിയിട്ടുള്ളത്. അത് വളരെ ഫലപ്രദമായ ഒരു വിജ്ഞാന വ്യാപന സങ്കേതമാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അപ്പൊ ഇതുപോലെ മാതൃകാ തോട്ടത്തിന്റെ സന്ദർശന പരിപാടികൾ ഇത് കണ്ട് ചെയ്തും ഒക്കെ പഠിക്കുന്ന തരത്തിലുള്ള പഠന പരിശീലന പരിപാടികളിലേക്കൊക്കെ നമുക്ക് മുമ്പോട്ട് നീങ്ങേണ്ടതുണ്ട്. അപ്പൊ അതിനൊക്കെ ഉള്ള ഒരു സാധ്യത ആത്മ തുറന്നു കൊടുക്കുന്നുണ്ട്. നമുക്ക് നമ്മുടെ പ്രദേശത്തിന് അനുയോജ്യമായ, നമ്മുടെ ആവശ്യങ്ങൾക്ക് അനുസൃതമായ ഇത്തരത്തിലുള്ള ഇടപെടലുകൾ നടത്താനുള്ള ഒരു പുതിയ അവസരമാണ് യഥാർത്ഥത്തിൽ ആത്മ കൊടുക്കുന്നത്. ഗോൾഡൻ ജേസിസ് പ്രസിഡന്റ് N ആനന്ദ് അധ്യക്ഷനായിരുന്നു. മികച്ച ജാതി കർഷകരെ ഫാമേഴ്സ് ക്ലബ്ബ് പ്രസിഡന്റ് ടോം ചെറിയൻ പൊന്നാട അണിയിച്ച് ആദരിച്ചു. തൊടുപുഴ മിനി സിവിൽ സ്റ്റേഷനിലെ ചുറ്റുമതിൽ നിർമ്മാണ നടപടികൾ പുരോഗമിക്കുകയാണ്. അസ്ഥിവാരം നിർമ്മിക്കുന്നതിനുള്ള കാനയുടെ നിർമ്മാണം നടന്നുവരികയാണ്.
ചുറ്റുമതിൽ ഭാഗത്ത് നിൽക്കുന്ന തണൽമരങ്ങൾ വെട്ടിനീക്കുമെന്ന ആശങ്ക ശക്തമാണ്. മരങ്ങൾ നിലനിർത്തി ചുറ്റുമതിൽ നിർമ്മിക്കണമെന്ന ആവശ്യം ഉയർന്നിട്ടുണ്ട്. സിവിൽ സ്റ്റേഷന്റെ ആദ്യ ബ്ലോക്ക് ഉദ്ഘാടനത്തിന് മുൻപ് നിരവധി മരങ്ങൾ വെട്ടിനീക്കിയിരുന്നു. പുതിയ ബ്ലോക്ക് ഉദ്ഘാടനത്തിന് മുൻപ് നിർമ്മിക്കുന്ന ചുറ്റുമതിൽ മരങ്ങൾ സംരക്ഷിച്ചു വേണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. മണക്കാട് മുല്ലയ്ക്കൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ മണ്ഡല പൂജയോടനുബന്ധിച്ച് പാനകപൂജയും ആഴിപൂജയും നടന്നു. ഗുരുസ്വാമി ബാബുവിന്റെ നേതൃത്വത്തിൽ ആഴിപൂജയും പായിപ്ര കുമാരനാശന്റെ നേതൃത്വത്തിൽ ശാസ്താംപാട്ടും നടന്നു. Party!